ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ കോട്ടക്കലിൻ്റെയും വേങ്ങരേൻ്റെയും അടുത്തുള്ള ചോലക്കുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വന്നത് സഹലേനെ കാണാനാണ്. സഹലയ്ക്ക് പറ്റിയ ഒരു വരനെ നമുക്ക് കണ്ടെത്തണം. സഹലയ്ക്ക് അപസ്മാരത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 3 വർഷമായിട്ട് അപസ്മാരമൊന്നും ഇല്ല എന്നാണ് ഇവർ പറഞ്ഞത്. അതുപോലെ തന്നെ ചെറിയൊരു പഠന വൈകല്യമുണ്ട്. പിന്നെ അവർക്ക് ഹൈറ്റും കുറച്ച് തടിയും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ മാച്ചായിട്ടുള്ള ഒരാളെ തന്നെയാണ് നമുക്ക് വേണ്ടത്. ഒരുപാട് ആലോചന നമ്മൾ നോക്കി, പക്ഷേ പറ്റിയ ഒരാളെ കിട്ടാത്തത് കൊണ്ടാണ്. അപ്പോൾ അവളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളെയാണ് നമുക്ക് കണ്ടെത്തേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് അവരെ പരിചയപ്പെടാം അല്ലേ. ഈ കാണുന്നതാണ് കേട്ടോ സഹലേൻ്റെ വീട്. അസ്സലാമു അലൈക്കും. സഹലേൻ്റെ ബ്രദറാണ്. നിങ്ങളുടെ പേര്? റിയാസ് അല്ലേ? സഹല, ഇതാണ് കേട്ടോ സഹല. എന്തൊക്കെ വിശേഷം? സുഖല്ലേ? അപ്പോൾ ഇത് സഹലേൻ്റെ ഉമ്മയാണ്. ഉമ്മാൻ്റെ പേരെന്താ? സുഹറ അല്ലേ? എന്നാ സഹല ഇരുന്നാ, ഇവിടെ ഇരുന്നു. ഉമ്മ, സഹലക്ക് എന്താ ശരിക്കും ബുദ്ധിമുട്ടുകൾ ഉള്ളത്? അവൾക്ക് ചെറുപ്പത്തിൽ അപസ്മാരം ഉണ്ടായിരുന്നു. പിന്നെ +1 വരെ അങ്ങനെ ഡോക്ടർമാരും എല്ലാ മരുന്നൊക്കെ കൊടുത്തിട്ട് അങ്ങനെ കാണിച്ചു പോകുന്നു. +1 എത്തിയപ്പോൾ പിന്നെ അവൾക്ക് അസുഖം കൂടുതലായപ്പോൾ ഡോക്ടറെ കാണിച്ച്. അപ്പോൾ പിന്നെ +2 പോകാൻ പറ്റിയില്ല. മദർസ 5 വരെ പോയിക്കണം. ഉമ്മ ബേജാറായിട്ട് എന്തൊക്കെയോ പറയുന്നല്ലേ. അപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഓള് +1 വരെയാണ് പഠിച്ചത്. അപ്പോൾ അതിനുശേഷം അപസ്മാരം കുറച്ച് കൂടുതലായിട്ട് +2 ഒന്നും പഠിക്കാനായിക്കില്ല അല്ലേ? +2 പോയിട്ടില്ല അല്ലേ? ഡോക്ടറെ കാണിച്ച് മരുന്നൊക്കെ കുടിക്കണം. ജന്മനുള്ളതാണ് അപസ്മാരം? ജന്മനുള്ളതാണ്. അതെങ്ങനെ വന്നതാ? അവർക്ക് ചെറുപ്പത്തിൽ ഞാൻ പനി വന്ന് പനി വരും. പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് ഇരിക്കണം. നിങ്ങൾക്ക് അപസ്മാരം ഉണ്ടായിരുന്നോ? ചെറുപ്പത്തിലുണ്ടായിരുന്നു. നിങ്ങൾക്ക് അപസ്മാരം ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നു അല്ലേ? അത് ശരി. നിങ്ങൾക്ക് എത്ര മക്കളാ? എനിക്ക് 4 പേര്. 4? 2 മോനും 2 മോളും. ഇവളാണ് 4ാമത്തെ. ബാക്കി എല്ലാവരെയും കല്യാണം കഴിഞ്ഞില്ല? ഇവളാണ് ഏറ്റവും ഇളയത്? ചെറിയത്. ഏറ്റവും ഇളയത് അല്ലേ? അപ്പോൾ ബ്രോ, പിന്നെ ഇപ്പോൾ 29 വയസ്സാണ്. 3 മാസം കൊണ്ട് കഴിഞ്ഞാൽ 30 വയസ്സായി. 30 വയസ്സാണ്. 3 മാസമാകുമ്പോൾ അല്ലേ? അപ്പോൾ ആലോചനകൾ നോക്കിയില്ലായിരുന്നു? കുറേ നോക്കിയിട്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ലീവിന് വന്നാണ്. 2 മാസം കൊണ്ട്. ഇപ്പോൾ അതിന് മുമ്പ് ഞങ്ങൾ മാട്രിമോണിയലും കാര്യങ്ങളൊക്കെ പൈസ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ശരിയായില്ല. അപ്പോഴാണ് ഞാൻ നിങ്ങളായിട്ട് കോൺടാക്ട് ചെയ്ത്. അപ്പോൾ ഇനി എന്തെങ്കിലും നമുക്ക് നല്ലൊരു ആലോചന വന്നാൽ, അതേപോലെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നല്ലൊരു ആലോചന വന്നാൽ നമുക്ക് നോക്കാം. ദൂരം പ്രശ്നമുണ്ടോ? ദൂരം മലപ്പുറം ഇവിടെ അടുത്ത് കിട്ടിയാൽ പിന്നെ കോഴിക്കോട് അധികം ദൂരമൊന്നും ഇല്ലാതെ അതിൽ കുഴപ്പമില്ല. ഇവിടെ എല്ലാം മനസ്സിലാക്കിയിട്ട് എല്ലാം ആക്റ്റീവാണ്. പണി ചെയ്യാൻ എല്ലാ കാര്യത്തിനും ഓളം ഒക്കെയാണ്. എന്നിട്ട് എന്തൊക്കെയാണ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാറുണ്ടോ? എന്തൊക്കെ ഉണ്ടാക്കാ? ചോറും കറിയൊക്കെ ഉണ്ടാക്കലുണ്ട്. അറിയാം, പക്ഷെ നാത്തുമാരാണ് ഇപ്പൊ ഉണ്ടാക്കല്. ഇങ്ങോട്ട് നോക്കേ, നേരെ നോക്ക്, പേടിക്കണ്ട കേട്ടാ. അത് ശരി. എല്ലാവരും ഒന്ന് ചെറിയ രീതി എല്ലാം അറിയാം. നമുക്ക് അതിനുള്ളൊരു സാഹചര്യം കിട്ടുന്നില്ല അല്ലേ? അവസരം കിട്ടാത്തല്ലേ? അത് ശരി. അപ്പോൾ സേല +1 വരെയാണ് പോയത് അല്ലേ? എക്സാം ഒക്കെ സ്ക്രൈബ് ചെയ്തിയാണോ? അതെ. സേല ഒറ്റയ്ക്ക് ഇങ്ങനെ വണ്ടിയിൽ ബസ്സിലൊക്കെ യാത്ര ചെയ്യാറുണ്ടോ? ഒറ്റക്ക് ഞാൻ പോയിട്ടുണ്ട്. ഞാൻ ആദ്യം ജിമ്മിനൊക്കെ പോയിരുന്നു. ജിമ്മിന് പോയിരുന്നു. അന്നൊക്കെ ഞാൻ ഒറ്റക്ക് തന്നെ പോയി. ഇപ്പൊ നിർത്തിയോ? നിർത്തി. തടി ആദ്യം ഉള്ളതാണോ? അപസ്മാരത്തിന് സ്ഥിരമായിട്ട് ഗുളിക കുടിക്കണേനു അങ്ങനെ വന്നെയാണ് അല്ലേ? ഇപ്പം ഗുളിക കഴിക്കുന്നുണ്ടോ? ഗുളിക കഴിക്കുന്നില്ല. ചിലപ്പോൾ അധികം ടെൻഷനോ കാര്യങ്ങളൊക്കെ വന്നാൽ അവൾക്ക് ചിലപ്പോൾ ഈ അപസ്മാരത്തിന് പ്രശ്നങ്ങളൊക്കെ വരുന്നത്. എങ്ങനെ ടെൻഷൻ? എന്തെങ്കിലും ചിലപ്പോൾ ആരും ചീത്ത പറഞ്ഞാൽ അങ്ങനത്തെ എന്തെങ്കിലും അവൾക്ക് പറ്റാത്തെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവൾക്ക് തലകടിച്ചില്ല, ചിലപ്പോൾ ഉന്മേഷക്കുറവ്, അങ്ങനത്തെ പ്രശ്നങ്ങൾ മാത്രം. തല ചുറ്റി വീണ പരിപാടി അങ്ങനത്തെ ഒന്നുമില്ല. ഈ അപസ്മാരം വരുമ്പോ നിലത്ത് വീഴൂലേ? അതൊക്കെ ഉണ്ടായിരുന്നു ആദ്യം ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ ഇല്ല. ഇപ്പൊ ഒരു തലചുറ്റൽ പോലെ വരികയാണ് ചെയ്യാ. അപ്പോൾ ഈ 3 വർഷത്തിനിടെ തീരെ വന്നില്ല എന്നാണോ? 2 പ്രാവശ്യം വന്നീനല്ലേ? അപ്പോൾ നമ്മൾ കാര്യങ്ങളെല്ലാം തുറന്ന് പറയാ, എന്നിട്ട് അതൊക്കെ മനസ്സിലാക്കുന്ന ഒരാള് മതിയല്ലോ നമുക്ക് അല്ലേ സഹല? അതെ, നമ്മളെ സ്വീകരിക്കുന്ന ഒരാളെ. അതെ. ഇപ്പൊ അപസ്മാരം ഇനി തീരെ വരൂല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ വിവാഹം ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ വിവാഹത്തിന് ശേഷം വന്നാല് ഓലും അറിയുമല്ലോ അത് വരൂല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വന്നല്ലോ എന്നല്ല മറ്റു വേറെ ഓരോ ഇതായിരിക്കും. അതെ
സ്നേഹിക്കാൻ പറ്റുന്ന ഒരാളായാലും അതെ, ഇത് പൂർണ്ണമായിട്ട് ഭേദമായി നമുക്ക് പറഞ്ഞ് പറ്റൂല. അതിപ്പോൾ ടെൻഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അപസ്മാരം വരാനുള്ള സാധ്യതയുണ്ട്. മാക്സിമം നമ്മൾ ആ സാഹചര്യത്തെ തൊട്ട് മാറി നിൽക്കുക അല്ലേ. ടെൻഷൻ അവളെ ഒന്നും കളിപ്പിച്ചിട്ട് അറിയിക്കൊന്നുമില്ല. അതെ അതെ അതെ, ടെൻഷൻ കൊടുക്കാണ്ട് മാക്സിമം നിൽക്കുക. അത് തന്നെ അത് തന്നെ. അതെ, വല്യമ്മ എന്തോ പറഞ്ഞു അതാണ് ഇവിടെ വന്ന് വീടുന്ന്. അപ്പോൾ എന്താന്ന് വെച്ചാൽ വല്യമ്മ എന്നെ ഇങ്ങനെ പറഞ്ഞിട്ട് എന്നിട്ട് അങ്ങനെ ഭയങ്കര കരച്ചിലും ഇതൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് അവളോടൊന്നും പറയലില്ല. അതെ, അവൾക്ക് മനസ്സിന് കട്ടി കുറവായിട്ട് അല്ലേ സഹല? അവള് നല്ല മോളാണ്. ഇനി അങ്ങനെ നല്ല ആരെന്ത് പറഞ്ഞാലും അങ്ങനെ വിഷമിക്കുകയും ചെയ്യരുത് കേട്ടോ. ഉമ്മ വല്യമ്മമാരൊക്കെ നമ്മളോട് സ്നേഹം കൊണ്ട് പറയുന്നില്ല. അത് മാത്രമല്ല വീട്ടിലുള്ള ആരാണെങ്കിലും അതൊക്കെ ആ ഒരു സ്പിരിറ്റിൽ എടുക്കാവും അല്ലേ. ചെറിയ ടെൻഷൻ വരുമ്പോ അതെ 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 അതെ, തീർച്ചയായും. ഗുളിക ഇനി നിർത്തിക്കൊന്ന് ഡോക്ടർ പറഞ്ഞാണോ? ഡോക്ടർ പറഞ്ഞാണ്. ഉമ്മ, അപ്പോൾ നമുക്ക് പിന്നെ 29 വയസ്സല്ലേ ഒക്കെ ആയത്, നമുക്കൊരു എത്ര വയസ്സ് വരെ സ്വീകരിക്കാം ബ്രോ? ഒരു മാക്സിമം ഒരു 39 വയസ്സ് വരെ അല്ലേ. ദൂരം എന്ന് പറഞ്ഞാൽ നമ്മൾ മലപ്പുറം ജില്ലയാണ് മെയിനായിട്ട് നോക്കുന്നതിന്. തൊട്ടടുത്തുള്ള ജില്ല നമുക്ക് നോക്കിയിട്ട് ചെയ്യാം അല്ലേ. വിവാഹം ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിട്ടല്ലേ. അതെ, നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ അവളെ നോക്കണം. നല്ലൊരു കുടുംബത്തിൽ നിന്ന് ഒരു കാര്യം ശരിയാക്കണം. അതെ, ഉപ്പ എവിടെയാ? ബാറനിലാണ്. മോനോടെ തന്നെ. കുറെ വർഷമായിട്ട് അവിടെ തന്നെ ആണല്ലേ, ബാറനില്. ബാക്കിയുള്ള ഒരു ബ്രദറോ? സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്യാണ് കോട്ടക്കൽ അല്ലേ. മോളാണ്, അവളെ കല്യാണം കഴിച്ചത് കോട്ടക്കലേക്കാണ്. അപ്പൊ ഭാര്യ മരിച്ചത് ഡിവോഴ്സ് ആയതായ ആലോചന നമ്മൾ സ്വീകരിക്കൂലേ? ആ ബാധ്യത ഇല്ലാത്ത നമുക്ക് നോക്കിയിട്ട് ചെയ്യാം അല്ലേ. അതെ. പിന്നെ ബ്രോ, ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ഒരാളെ സ്വീകരിക്കാൻ തയ്യാറുണ്ടോ? ബുദ്ധിമുട്ട് ഓൾറെഡി എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉള്ളതല്ലേ. അത് ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, കൂടുതലുള്ളതല്ല. അവിടെ 2 പേർക്ക് ഒരുപോലെ ആയിട്ടുണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റില്ലല്ലോ. അതെ, ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ഒരാളെ പ്രശ്നമില്ല. പക്ഷെ ജോലിക്ക് പോയിട്ട് സേലനെ നോക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം അല്ലേ. അതെ, ഇപ്പോൾ ഹൈറ്റും വെയിറ്റും ഒക്കെ അതിനനുസരിച്ചുള്ള ആളെ തന്നെയാണോ? അവർക്ക് തന്നെയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, എത്ര ഹൈറ്റ്? 162, 63 ആ ഒരു ഉണ്ടാവും അല്ലേ. പിന്നെ തടി എന്ന് പറഞ്ഞാൽ ഈ ടാബ്ലറ്റ് കുടിച്ചതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെയൊക്കെ വന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ മനസ്സിലാക്കുന്ന ഒരാളാവട്ടെ. സേല, എന്താ പറയാനുള്ള, എങ്ങനെയുള്ള പിയാപ്പിളിനെ വേണ്ടേ? ധൈര്യമായിട്ട് പറഞ്ഞോ സേലൻ്റെ ആഗ്രഹങ്ങളൊക്കെ. ആശ്രയിക്കണ ഒരാളെ എനിക്ക് വേണ്ടി. അതെ, മനസ്സിലാക്കുന്ന ഒരാളല്ലേ. അതെ അതെ, തീർച്ചയായും അങ്ങനെയുള്ള ഒരാൾ എത്രയും പെട്ടെന്ന് വരട്ടെ. പിന്നെ നമുക്ക് പക്വത കുറവ് അങ്ങനത്തെ എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ അമ്മ? അങ്ങനത്തെ എല്ലാ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. എല്ലാതും അവൾക്ക് അറിയാം. അവൾക്ക് തോന്നിയാൽ എല്ലാ ജോലിയും അവൾ ചെയ്യും. കണ്ടറിഞ്ഞ് ചെയ്യുമോ? അവള് എല്ലാ ജോലിയും ചെയ്യാനൊക്കെ നല്ല ഉഷാറും കാര്യങ്ങളൊക്കെ തന്നെയാണ്. കണ്ട് മടി പിടിച്ച് ഇരിക്കൊന്നുമില്ല. അതെ അതെ, അവള് 4 മണിക്ക് നെറ്റ് അവളെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ 5:30 ആകുമ്പോൾ അവള് അടുക്കളയിൽ പോകും. അതെ, പിന്നെ ബാത്റൂം കഴിഞ്ഞല്ലോ ഒരു വീട്ടിലേക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും അവള് ചെയ്യും അല്ലേ. ഈ അവസ്മാരത്തിന് ടെൻഷൻ ആയാലാണ് പ്രശ്നം നമുക്ക് അല്ലേ. ടെൻഷൻ ആവാൻ പാടില്ല എല്ലാവരും അവളോട് അങ്ങനെ. വീട്ടില് എല്ലാവരും ചിലപ്പോൾ ബാക്കിയുള്ളവർ കിടന്നു അവള് ചിലപ്പോൾ എന്തെങ്കിലും കച്ചറ ഉണ്ടെങ്കിൽ അവിടെ മുഴുവൻ കൊടുത്ത് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതെ, തീർച്ചയായും. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പല ആൾക്കാരുമാണ് പല സ്ഥലത്തുനിന്ന് വിളിക്കുക. നല്ല പോലെ അന്വേഷിക്കണം. കല്യാണത്തിന് ശേഷമുള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല. നിങ്ങൾ തന്നെ അന്വേഷിച്ച് ചെയ്യുക കേട്ടോ. ഒരുപാട് ആൾക്കാർ വിളിക്കുന്ന എല്ലാവരും നല്ലവരൊന്നും ആയിരിക്കൂല. അപ്പോൾ നല്ലപോലെ അന്വേഷിക്കുക കേട്ടോ. മാക്സിമം ആണുങ്ങൾ തന്നെ ഫോൺ എടുക്കാൻ നോക്കുക. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ ഉമ്മയും ബ്രദറും ഒക്കെ പറഞ്ഞാൽ നിങ്ങൾ കേട്ടല്ലോ. അത് മനസ്സിലാക്കിയിട്ട് നല്ലൊരു ആലോചന എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരിക. അപ്പോൾ അവസ്മാരം കംപ്ലീറ്റ് ആയിട്ട് മാറി എന്ന് പറയാൻ പറ്റില്ല, അതിപ്പോഴും ഉണ്ട്. അപ്പോൾ അതായത് ഇപ്പോൾ 3 വർഷത്തിൽ ഒരു 2 പ്രാവശ്യമാണ് വന്നതെന്നാണ് പറഞ്ഞത്. അതായത് ഓവറായിട്ട് അവൾക്ക് ടെൻഷൻ ആകാൻ പാടില്ല. അവളെ പറ്റി ഇങ്ങനെ ആരെങ്കിലും എന്താ പറയാൻ നോക്കുക, അവൾക്ക് ഭയങ്കര ഫീൽ ആവും. അപ്പോൾ ഒരാളെ നമ്മളിപ്പോൾ അവളങ്ങനെ ഒന്നും പറയരുത്. മാക്സിമം അവളെ ഹാപ്പി ആയിട്ട് വെക്കുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ടെൻഷൻ ആകുമ്പോൾ ചെറിയൊരു ഒരു തലകറക്കം, ഒരു തലക്കനം പോലെയൊക്കെ വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട്. ഇപ്പോൾ ഗുളികയും കാര്യമൊന്നും കുടിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ ഉള്ളൊരു വീട്ടിലേക്ക് വേണ്ടി എല്ലാത്തിനും ഓക്കെയാണ്. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യും. കുക്കിംഗ് ആയാലും ശരി, വീട്ടിലെല്ലാ കാര്യങ്ങളും ആക്റ്റീവായിട്ട് ചെയ്യും. വെറുതെ ഒരു 5 മിനിറ്റ് നിൽക്കില്ല എന്ന് പറഞ്ഞാൽ 4 മണിക്കൊക്കെ എണീച്ചിട്ട് അവൾ വീട്ടിലേക്ക് വേണ്ടി എല്ലാ കാര്യവും ചെയ്യും. പക്ഷേ ഈ ഒരു ബുദ്ധിമുട്ടാണ് അവൾക്കുള്ളത്. പിന്നെ ഒറ്റക്കൊക്കെ മുമ്പ് യാത്രയൊക്കെ ചെയ്തിരുന്നു എന്നാണ് പറഞ്ഞത്. പിന്നെ പഠന വൈകല്യം, ചെറിയ എഴുതാനും വായിക്കാനും അത്ര കണ്ടറിയില്ല എന്ന് പറഞ്ഞ് ചെറിയ രീതിയിലൊക്കെ അറിയാം. എങ്കിലും നമ്മൾ ഓർത്ത്
ഓർത്ത് എഴുതേണ്ടതൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ ഒരു മെമ്മറി പവർ ഒക്കെ കുറവാണ്. പഠന വൈകല്യത്തിൻ്റെ ഒരു വിഷയം തീർച്ചയായിട്ടും ഉണ്ട്. അതും കൂടെ വരുന്നവർ മനസ്സിലാക്കണം. പിന്നെ പക്വതക്കുറവ് എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങ് പറയാൻ മാത്രമൊന്നും ഇല്ല. കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പക്വതക്കുറവുള്ള ഒരാൾ അങ്ങനെ പറ്റില്ലല്ലോ. അപ്പോൾ അതൊക്കെയാണ് ഓരോ ബുദ്ധിമുട്ടുകൾ. ഇനി കൂടുതൽ അറിയേണ്ടവർ തീർച്ചയായിട്ടും ഇവിടെ വന്ന് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചിട്ട് മാത്രം ചെയ്യുക. പിന്നെ ഓളെ ഹൈറ്റും വെയിറ്റും അതൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനൊക്കെ പറ്റിയ ഒരാൾ. അപ്പം അങ്ങനെയുള്ളൊരു പിയാപ്പിൾ എത്രയും പെട്ടെന്ന് നോക്കി വരട്ടെ. അപ്പോൾ വേറൊന്നും പറയാനില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മുമ്പോട്ട് വരിക. ഇതിൽ നമ്പറൊക്കെ കൊടുക്കുന്നുണ്ട്, മാക്സിമം അന്വേഷിച്ച് മുമ്പോട്ട് വരിക. അനാവശ്യമായിട്ട് ആരും വിളിക്കരുതെന്ന് ഒരിക്കൽ കൂടെ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഈ വീഡിയോ നിർത്താണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതേപോലെയുള്ള മറ്റൊരാളുടെ വിവാഹ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം.